വിദ്യാർത്ഥിയും ജാമ്യത്തുൽ ഹിന്ദിലേക്ക് വരുമ്പോൾ ഓരോരുത്തർക്കും ഒരു സ്വപ്നം ഉണ്ടാവും. പക്ഷെ ജാമ്യത്തുൽ ഹിന്ദിനൊരു സ്വപ്നം ഉണ്ടാവില്ല, ഈ വിദ്യാർത്ഥി എവിടെ എത്തണം എന്നുള്ളത്. ജാമിയത്തുൽ ഹിന്ദിൻ്റെ സ്വപ്നം ഓരോ വിദ്യാർത്ഥിയും ലോകോത്തര പണ്ഡിതന്മാരായിട്ട് പണ്ഡിത പ്രതിഭകളായിട്ട് മാറണം എന്നുള്ളത്. ഓരോരുത്തർക്കും ഭൗതികമായിട്ട് ഒരു കാഴ്ചപ്പാടുണ്ട്, ഞാൻ എന്താവണം, അതാവണം. അതോടൊപ്പം ലോകത്തെ നിയന്ത്രിക്കുന്ന കേരളത്തിലല്ല, മലയാളികളല്ല, ലോകത്തെ നിയന്ത്രിക്കുന്ന പണ്ഡിതന്മാരും ആവണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരാവണം. ലോകത്ത് ഇന്ന് വ്യത്യസ്ത തരം പണ്ഡിതന്മാരുണ്ട്. പലരും നമ്മുടെ ആശയധാരയിലല്ല. ചിലർ ഈ ഇഖ്വാനി ആശയങ്ങളാണ്, ചിലർ ടെററിസ്റ്റ് മൂവ്മെൻറ്റ് അറിയാതെ തലയിൽ പിടിച്ചവരാണ്. അപ്പോൾ അതിലേക്കൊന്നും പോകാതെ മുഴുവൻ മതത്തിൻ്റെ ആളുകളെയും മനുഷ്യരായി അംഗീകരിക്കുന്ന, അവർക്കൊക്കെ വേണ്ടത് ചെയ്തു കൊടുക്കുന്ന, സാമൂഹ്യ പ്രവർത്തനം ജീവിതത്തിൻ്റെ ശൈലിയായി മാറ്റിയ, ലോകത്തെ മൊത്തം ഒരേ കണ്ണുകൊണ്ട് വീക്ഷിക്കുന്ന, ലോകത്ത് എവിടെയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇടപെടാൻ കഴിയുന്ന പണ്ഡിതന്മാരായിട്ട് മാറുക എന്നുള്ളതാണ് ജാമിയത്തുൽ ഹിന്ദിൻ്റെ. ഓരോ കുട്ടിയും എന്താവണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു വിഷൻ അതാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവനവന് ഭൗതികമായിട്ട് ചില കാഴ്ചപ്പാടുണ്ടാവാം. എനിക്ക് ഇന്ന പോസ്റ്റ്, അപ്പോൾ ആ ഒരു ലെവലിലും അവനെത്തുക എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമാണ്.